നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പാർട്ടിയായി CPM മാറിയെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഇരുവേരി ബാങ്കും വിരൽ ചൂണ്ടുന്നത് വൻ ക്രമക്കേടിലേക്ക്. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ചെമ്പിലോട് മണ്ഡലം കമ്മിറ്റി. ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. സ്വകാര്യവൽക്കരണ നീക്കം ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിക്കണം. നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരവുമായി ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ്. പെയ്തൊഴിയാതെ ദുരിതം, വിറങ്ങലിച്ച് കണ്ണൂർ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇന്ന് കിണറിടിഞ്ഞ് അപകടം. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം. വാർത്തകൾ വിശദമായി. തട്ടിപ്പും വെട്ടിപ്പുമായി SFI മുതൽ CPMന്റെ എല്ലാ സംഘടനകളും മാറിയിരിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ഇരുവേരി ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് ചെമ്പിലോട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ ചക്കരക്കല്ലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFI മുതൽ DYFI മുതൽ CPM നേതൃത്വം മുതൽ എല്ലാവരും തട്ടിപ്പിന്റെ ആൾക്കാരായി മാറിയിരിക്കുന്നു. SFIയുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. കാരണം അത്രമാത്രം വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിരിക്കുന്നു SFI എന്ന സംഘടന. എല്ലാ തലത്തിലും അക്രമ രാഷ്ട്രീയം കൊണ്ട്, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള മയക്കുമരുന്നിലൂടെ എല്ലാ രംഗത്തും, അതുപോലെ തന്നെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് കൂടെ പഠിച്ച കുട്ടികളെ പെൺകുട്ടികളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് കാണിക്കുന്ന ആ നെറികെട്ട നിലപാടിലേക്ക് SFI എന്ന സംഘടന മാറിയിരിക്കുന്നു. സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പ്രതികളായി മാറിയിരിക്കുന്നു DYFIക്കാർ. CPMകാരെ മൊത്തത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മൊത്തക്കച്ചവടമായി മാറിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ചെമ്പിലോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആകാശ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഷിജിൽ പെരുമ്പാല സ്വാഗതം പറഞ്ഞു. KC മുഹമ്മദ് ഫൈസിൽ, MK മോഹനൻ, CV ഷജിൽ, KO സുരേന്ദ്രൻ, ജയറാം പുതുവാച്ചേരി, ഷമേജ് പെർളശ്ശേരി, CP സലീം, K സുധാകരൻ, K രാഘവൻ, വിജീഷ് മമ്പറം, ദേവൻ തലവിൽ, ഷാജി, അഭയ, ശ്രുതി, സീന മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സിറ്റി മാർച്ചിനിടെ അതിക്രമം. SFI നേതാക്കൾക്ക് 43 മാസം വീതം തടവും പിഴയും. യൂണിവേഴ്സിറ്റി മാർച്ചിനിടെ പോലീസിനെ ആക്രമിക്കുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തുവെന്ന കേസിലാണ് SFI നേതാക്കളെ കോടതി തടവിനും പിഴയടക്കാനും ശിക്ഷിച്ചത്. M ഷാജർ, P പ്രശോഭ്, P അഖിൽ, NK റുബിൻ, PM അഖിൽ, A മുഹമ്മദ് അഫ്സൽ, P സച്ചിൻ എന്നിവരെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുഹമ്മദ് അലി ഷഹർഷാദ് ശിക്ഷിച്ചത്. M ഷാജർ, P പ്രശോഭ്, P അഖിൽ, NK റുബിൻ, PM അഖിൽ, A മുഹമ്മദ് അഫ്സൽ, P സച്ചിൻ എന്നിവരെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുഹമ്മദ് അലി ഹർഷാദ് വിവിധ വകുപ്പുകളിലായി 43 മാസം വീതം തടവിനും 77,700 രൂപ വീതം പിഴയടക്കാനും ശിക്ഷിച്ചത്. VC രാജിവെക്കുക, ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി 2014 ജൂൺ 9 താവക്കരയുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാണ് എതിർകക്ഷികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുകയും മാർച്ച് പോലീസ് തടഞ്ഞപ്പോൾ അതിക്രമം നടത്തിയെന്നതുമാണ് കേസ്. സമരക്കാരെ തടയാൻ പോലീസ് തീർത്ത ബാരിക്കേഡ് തകർക്കുകയും സമരക്കാർ ഓഫീസിന്റെ മതിൽ ചാടിക്കടക്കുകയും ചെയ്തപ്പോൾ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കൊടികെട്ടിയ കമ്പുകൊണ്ട് തല്ലുകയും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും പോലീസിന്റെ ജലപീരങ്കിക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. കൊളശ്ശേരി തലശ്ശേരി മാഹി ബൈപ്പാസിൽ വിവിധയിടത്ത് സർവീസ് റോഡുകൾ അടച്ച് ദേശീയപാതാ വിഭാഗം. നെട്ടൂർ പാലം, കൊളശ്ശേരി, ചോനാടം എന്നിവിടങ്ങളിലാണ് കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ട് റോഡടച്ചത്. റോഡിന് മുന്നിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയായിരുന്നു. അശാസ്ത്രീയമായ നടപടിയിൽ വലഞ്ഞ് യാത്രക്കാരും നാട്ടുകാരും. കൊളശ്ശേരിയിൽ സർവീസ് റോഡും തടഞ്ഞ നിലയിലാണ്. ചോനാടം കൊളശ്ശേരി സർവീസ് റോഡിൽ കൊളശ്ശേരി കവലി വഴി അടച്ചിരിക്കുകയാണ്. ബൈപ്പാസിലൂടെ കണ്ണൂർ ഭാഗത്തു നിന്നും കൊളശ്ശേരിയിലേക്ക് പോകേണ്ട യാത്രക്കാർ ബാലം സർവീസ് റോഡിലാണ് ഇറങ്ങേണ്ടത്. എന്നാൽ വഴി അടച്ചതിനാൽ ബാലത്തിൽ നിന്ന് കൊളശ്ശേരിയിലേക്ക് പോകാനാവില്ല. വൺ വേ പരിഗണിക്കാതെ കൊളശ്ശേരി ഭാഗത്തുള്ള സർവീസ് റോഡാണ് പലരും ആശ്രയിക്കുന്നത്. ചോനാടത്ത് ഭാഗികമായാണ് സർവീസ് റോഡിൽ തടസ്സമുണ്ടാക്കിയിട്ടുള്ളത്. ചോനാടത്ത് നിന്നും കൊളശ്ശേരി എത്തുന്നവരാവട്ടെ പലരും റോഡ് ബ്ലോക്കാക്കിയ ഇടത്തു നിന്നും തിരിച്ചു പോവേണ്ട സ്ഥിതിയാണ്. ഇത്തരക്കാർ കൊളശ്ശേരിയിലെത്താൻ വൺ വേ തെറ്റിച്ച് ചോനാടത്ത് നിന്നും സർവീസ് റോഡിൽ കയറണം. സർവീസ് റോഡുകൾ ബ്ലോക്ക് ചെയ്തത് ടോൾ ബൂത്തുകാർ സൗകര്യമൊരുക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൊളശ്ശേരിക്കും ബാലത്തിനും മധ്യയുള്ള ടോൾ ബൂത്ത് ഒഴിവാക്കാൻ ഒട്ടേറെ പേർ സർവീസ് റോഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ സർവീസ് റോഡുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും കണക്കെടുപ്പ് ഇരുഭാഗത്തും ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ടോൾ ബൂത്ത് അധികൃതർ നടത്തിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ അടച്ച് മുന്നറിയിപ്പ് സാമഗ്രികൾ സ്ഥാപിച്ചത്. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പാർട്ടിയായി CPM മാറിയെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഇരുവേരി ബാങ്കും വിരൽ ചൂണ്ടുന്നത് വൻ ക്രമക്കേടിലേക്ക്. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ചെമ്പിലോട് മണ്ഡലം കമ്മിറ്റി. ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. സ്വകാര്യവൽക്കരണ നീക്കം ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിക്കണം. നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരവുമായി ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ്. പെയ്തൊഴിയാതെ ദുരിതം, വിറങ്ങലിച്ച് കണ്ണൂർ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇന്ന് കിണറിടിഞ്ഞ് അപകടം. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം. വാർത്തയിലേക്ക്. രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കൈകളിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ അവകാശ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേഡിയം കോർണറിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, എക്സ്ഗ്രേഷ്യ പെൻഷൻ ബാങ്കുകളിൽ നടപ്പാക്കുക, സ്പെഷ്യൽ അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഭാഗമായി പരിഗണിച്ച് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. കാർഷിക മേഖലയിലെ മൊത്തവിതരണത്തിന് വേണ്ടി അദാനി ക്യാപിറ്റലിനെ ഏൽപ്പിക്കുന്നു. അദാനി ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഈ രാജ്യത്തിലെ കാർഷിക മേഖലയിലെ വായ്പാ വിതരണത്തിന്റെ ചുമതല ഉത്തരവാദിത്തപ്പെടുത്തണം. എന്നിട്ട് പലിശ നിശ്ചയിക്കാൻ, തിരിച്ചടവിന്റെ വ്യവസ്ഥകൾ നിശ്ചയിക്കാൻ എല്ലാത്തിനുള്ള അവകാശാധികാരങ്ങൾ അദാനി ക്യാപിറ്റലിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഒരു ചെറിയ ഉദാഹരണം. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ദേശസാൽകൃത ബാങ്കുകളിലേക്കും ഏറെയും കുറവും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഉദാഹരിച്ചത് ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്ക് എന്ന നിലയിലാണ്. ആ ബാങ്കിനെ അദാനിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ, ആ ബാങ്കിന്റെ ആസ്തിയെ പൂർണ്ണമായും ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് ലോബിയുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ബാങ്കിംഗ് മേഖലയിൽ ഇന്നലകളിൽ പ്രവർത്തിക്കുകയും ആ മേഖലയിലെ എല്ലാ മാറ്റത്തെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ് മേഖലയുടെ ഹൃദയതാളം അറിയുന്നവർ എന്ന നിലയിൽ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫോറം ജില്ലാ കൺവീനർ PV പവിത്രൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനാ നേതാക്കളായ ജോസ് മർസിലിൻ, VC സുരേഷ് ബാബു, P ഷീല, VE ശശിധരൻ, K മോഹനൻ, KMV ചന്ദ്രൻ, P മനോഹരൻ, P സൗന്ദർരാജ് എന്നിവർ സംസാരിച്ചു. NV ബാബു സ്വാഗതം പറഞ്ഞു. തകർത്ത് പെയ്യുന്ന കാലവർഷം. ചാലാട് പടന്നപ്പാലം, മഞ്ചപ്പാലം ദേശവാസികൾ ദുരിതത്തിൽ. വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാനാവാത്ത അവസ്ഥ. പലരും ബന്ധുവീടുകളിൽ പോലും അഭയം തേടി. അതിരൂക്ഷമായ മഴയിലും വെള്ളക്കെട്ടിലും പെട്ട് കോർപ്പറേഷൻ പരിധിയിൽ നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങളും ആളുകളെയും കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിലും സന്ദർശിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു വരുന്നതായും മേയർ അറിയിച്ചു. കോർപ്പറേഷൻ എളയാവൂർ സോണലിലെ കിഴുത്തള്ളിയിലെ വെള്ളത്തിൽ ഒറ്റപ്പെട്ടുപോയ 6 കുടുംബങ്ങളെ എളയാവൂർ വെൽനസ് സെന്ററിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. വിത്തിലപ്പള്ളി ഡിവിഷനിൽ വെള്ളത്തിൽ കുടുങ്ങിയ 6 വീട്ടുകാരെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഉരുവച്ചാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലും മാറ്റിയിട്ടുണ്ട്. ഉരുവച്ചാൽ, പള്ളിയാമൂല, ചെക്കിച്ചിറ എന്നിവിടങ്ങളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ തകർന്ന വീടുകളും വെള്ളം കയറിയ വീടുകളും മേയർ സന്ദർശിച്ചു. മേയറോടൊപ്പം സ്ഥിരം സമിതി അധ്യക്ഷൻ സിയാദ് തങ്ങൾ, കൗൺസിലർമാരായ ആസിമ, സജീഷ് കുമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു. ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചതായും മേയർ അറിയിച്ചിരുന്നു. അത്താഴക്കുന്ന്, നടാൽ, തിലാന്നൂർ ഭാഗങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, മുൻ മേയർ TO മോഹനൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ MB രാജേഷ്, VK ശ്രീലത എന്നിവരും സന്ദർശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കോർപ്പറേഷനിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഏച്ചൂരിൽ വീട്ടുകിണർ ഇടിഞ്ഞു താണു. കമാൽപീടിക വീനസ് ക്ലബിന് സമീപത്തുള്ള തെയ്യത്താൻകണ്ടി ഗിരിജ രതീശന്റെ വീട്ടുകിണറാണ് രാവിലെ ഇടിഞ്ഞത്. ഉഗ്ര ശബ്ദത്തോടെയായിരുന്നു കിണർ തകർന്നത്. ഏച്ചൂർ കമാൽപീടിക വീനസ് ക്ലബിന് സമീപമുള്ള തെയ്യത്താൻകണ്ടി ഗിരിജ രതീശന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കിണറാണ് രാവിലെ 7 മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത്. 1 വർഷം മുമ്പേ കിണർ ആൾമറ കെട്ടി പുതുക്കി പണിതിരുന്നു. രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയം അസാധാരണ ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്നും 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും ഗിരിജ പറഞ്ഞു. 7 മണി സമയത്ത് ഞാൻ അടുക്കളയുടെ സമയത്ത് ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ കിണറിടിഞ്ഞ് താഴ്ന്നതാണ്. 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. വാർഡ് മെമ്പർ T രവീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. വില്ലേജ് ഓഫീസിൽ വിവരം അറിയിച്ചു.
ജില്ലയിൽ വെള്ളം കയറിയ പ്രദേശങ്ങൾ റവന്യൂ അധികൃതരും സ്ഥലം MLAയും മേയറും സന്ദർശിച്ചു. കല്ലുകെട്ടുചിറ, അത്താഴക്കുന്ന്, കൊറ്റാളി ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ സ്ഥലങ്ങളിലാണ് അധികൃതർ സന്ദർശനം നടത്തിയത്. 4 ദിവസത്തോളമായി ജില്ലയിൽ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കതും ഇപ്പോഴും വെള്ളം കയറിയിട്ടാണുള്ളത്. ഇടവേളയില്ലാതെ കോരിച്ചൊരിയുന്ന മഴയെ തുടർന്ന് കണ്ണൂരിൽ പലയിടത്തും വെള്ളപ്പൊക്കക്കെടുതിയിലാണുള്ളത്. നിരവധി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലുമാണുള്ളത്. വെള്ളം കയറി ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. നിരവധി റോഡുകൾ വെള്ളം നിറഞ്ഞ് പുഴ സമാനമായി. കണ്ണൂർ മേഖലയിൽ എളയാവൂർ, താഴെചൊവ്വ, മണൽ, വളപട്ടണം, പള്ളിയാമൂല, അഴീക്കോട്, നടാൽ, കക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും കല്ലുകെട്ടുചിറ, അത്താഴക്കുന്ന്, കൊറ്റാളി എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥലം റവന്യൂ അധികൃതരും സ്ഥലം MLAയും സന്ദർശിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാനാവുന്നില്ല. അനേകം വീടുകൾ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. 71 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 4 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയും ദുരന്ത നിവാരണ സേനയും വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലാണ്. 4 ദിവസമായി പെയ്യുന്ന മഴ ബുധനാഴ്ച രാത്രിയോടെ അതിതീവ്രമാവുകയായിരുന്നു. ജില്ലയിലെ 10 മഴമാപിനി കേന്ദ്രങ്ങളിൽ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ 127.8ഉം ഇരിക്കൂറിൽ 127ഉം മഴയുണ്ട്. പഴശ്ശി പദ്ധതിയുടെ 18 ഷട്ടറുകളും തുറന്നതോടെ പഴശ്ശി പാർക്കിലും വെള്ളം കയറിയിട്ടുണ്ട്. മയ്യഴി അടക്കം നിരവധി പുഴകൾ കരകവിഞ്ഞ നിലയിലാണ്. അഴീക്കലിലും കടലേറ്റം രൂക്ഷമാണ്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. ദുരന്തം ഒഴിവായത് തലനാരിഴക്ക്. ഇരിക്കൂർ പാലം സൈറ്റിലെ പെട്രോൾ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന 40 മീറ്ററോളം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീഴുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. രാത്രിയിൽ നടന്ന അപകടമായതിനാൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാമാനം അമ്പലത്തിലേക്കും നിലാമുറ്റം മകാമിലേക്കും പള്ളിയിലേക്കുമൊക്കെ നൂറുകണക്കിന് ആളുകൾ ഇതുവഴിയാണ് നടന്നു പോകുന്നത്. രാത്രിയിൽ നടന്ന അപകടമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷം മുമ്പ് പെട്രോൾ പമ്പിനോട് ചേർന്ന് കിടക്കുന്ന മതിലിടിഞ്ഞിരുന്നു. വിവരം പറഞ്ഞ് രാവിലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവ സ്ഥലത്തെത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചു. റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാനൂരിൽ KSEBയുടെ ജീപ്പ് ഒഴുക്കിൽപ്പെട്ടു. മേലെ ചമ്പാട് മനിയത്ത് വയലിലാണ് സംഭവം. കനത്ത മഴയിൽ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ടിലാണുള്ളത്. ശക്തമായ ഒഴുക്കിലൂടെ വന്ന ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്നലെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മരങ്ങൾ പൊട്ടിവീണും വൈദ്യുത പോസ്റ്റുകൾ വീണും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്നതിനാൽ ഇവിടങ്ങളിലുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടാണുള്ളത്. പാനൂരിൽ മിക്കയിടങ്ങളിലും വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇവിടെയാണ് ശക്തമായ ഒഴുക്കിൽ ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപകടം നടന്ന ഉടനെ ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. ജീപ്പിന് മുകളിൽ കയറുന്ന ജീവനക്കാരെ പാനൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഞെക്ലി INC ചാരിറ്റി ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബ്ബ് കൊറ്റാളിയുടെയും ആഭിമുഖ്യത്തിൽ ഞെക്ലി ALP സ്കൂൾ മുൻ അധ്യാപകൻ കൈപ്രവൻ ഗംഗാധരൻ മാസ്റ്ററുടെ സ്മരണക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റും ക്യാഷ് അവാർഡ് പഠനോപകരണ വിതരണവും നടത്തി. ഞെക്ലി ALP സ്കൂൾ ഹെഡ്മാസ്റ്റർ CK കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മല്ലിക TP അധ്യക്ഷത വഹിച്ചു. മനോജ് കൊറ്റാളി, രവി വീരച്ചേരി, ശരണ്യ K എന്നിവർ സംസാരിച്ചു. സൽമ VV സ്വാഗതവും ശില്പ ജയൻ നന്ദിയും പറഞ്ഞു. ഇരിക്കൂറിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. 5 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിനാണ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുള്ളത്. ഇൻസിനറേറ്ററിൽ പ്ലാസ്റ്റിക് കത്തിച്ചതായും സ്ക്വാഡ് കണ്ടെത്തി. ഇരിക്കൂറിലെ AC's സ്റ്റേഷനറി, കുട്ടാവിലെ ഖദീജാസ് ഓഡിറ്റോറിയം, കിഡ്സ് വേൾഡ്, കാൾ പ്ലസ്, ഓർമ ഒപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയിട്ടുള്ളത്. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 5 സ്ഥാപനങ്ങൾക്കെതിരെയാണ് പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഇരിക്കൂറിലെ AC's സ്റ്റേഷനറിക്ക് 10,000 രൂപയും നിരോധിത 300 മില്ലി വെള്ളക്കുപ്പികൾ ഉപയോഗിച്ചതിനും ഇൻസിനേറ്ററിൽ പ്ലാസ്റ്റിക് കത്തിച്ചതിനുമായി കുട്ടാവിലെ ഖദീജാസ് ഓഡിറ്റോറിയത്തിന് 13,000 രൂപയാണ് പിഴ ചുമത്തിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ, കപ്പുകൾ തുടങ്ങി 1 കിൻഡലോളം നിരോധിത ഉൽപ്പന്നങ്ങളാണ് AC's സ്റ്റേഷനറിയിൽ നിന്നും പിടിച്ചെടുത്തത്. ഇരിക്കൂർ ടൗണിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിന് കിഡ്സ് വേൾഡ്, കാൾ പ്ലസ്, ഓർമ ഒപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് 2,000 രൂപ വീതം പിഴ ചുമത്തി. ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്തായി കൂട്ടിയിട്ട മാലിന്യത്തിൽ നിന്നും സ്ഥാപനങ്ങളുടെ ബില്ലുകൾ സ്ക്വാഡ് കണ്ടെത്തുകയായിരുന്നു. ടീം ലീഡർ അഷ്റഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ DB, സ്ക്വാഡ് അംഗം നിതിൻ വത്സരൻ, ദിബിൽ CK, സീനിയർ ക്ലർക്ക് അനീഷ് CK, VEO വിജിൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 45 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 6815, പവന് 54,520, വെള്ളി 99 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പാർട്ടിയായി CPM മാറിയെന്ന് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഇരുവേരി ബാങ്കും വിരൽ ചൂണ്ടുന്നത് വൻ ക്രമക്കേടിലേക്ക്. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ചെമ്പിലോട് മണ്ഡലം കമ്മിറ്റി. ദേശസാൽകൃത ബാങ്കുകളെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. സ്വകാര്യവൽക്കരണ നീക്കം ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിക്കണം. നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധർണാ സമരവുമായി ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ്. പെയ്തൊഴിയാതെ ദുരിതം, വിറങ്ങലിച്ച് കണ്ണൂർ, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇന്ന് കിണറിടിഞ്ഞ് അപകടം. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.